ദൃശ്യം 1 എന്ന് പറയുന്ന സിനിമ നമ്മളെ ശരിക്കും ഞെട്ടിച്ചളഞ്ഞൊരു സിനിമയായിരുന്നു. അപ്പോൾ അന്നതൊരു സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് എടുത്തതായിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലായത്. പക്ഷെ അവർ പിന്നെ ആ സിനിമയുടെ സാധ്യതകൾ, അതിൻ്റെ ഒരു സക്സസ്സും അത് ജനങ്ങളിലുണ്ടാക്കിയ ഒരു ഡിസ്കഷനും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇതിനി അടുത്ത കാലഘട്ടത്തിൽ എന്തായാലും അവിടെ കേസ് തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും അങ്ങനെ നീണ്ട കാലം വരെ തെളിയാതെ കിടക്കത്തൊന്നുമില്ല. എന്തെങ്കിലും ചിലപ്പോൾ കുത്തിപ്പൊക്കി എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുത്തിപ്പൊക്കി എടുക്കുന്ന സാഹചര്യം നമുക്ക് നാട്ടിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ രണ്ടാമത്തെ കഥ അവർ ഡെവലപ്പ് ചെയ്തത്. രണ്ടാമത്തെ കഥയിലും ഒത്തിരി ത്രില്ലിംഗ് എലിമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും ഈ സ്റ്റാൻഡ് അലോൺ സിനിമയിൽ നിന്നും സിനിമ എക്സ്പാൻഡ് ആകാൻ സാധ്യത, അതിന്റെ ഒരു എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് രണ്ടാമത്തെ സിനിമ ദൃശ്യം 2 തുറന്നു വെച്ചായിരുന്നു. പക്ഷെ ദൃശ്യം 3യിലേക്ക് വന്നപ്പോഴത്തേക്ക് പല കഥാപാത്രങ്ങളെയും കുറച്ചും കൂടെ ക്രൂവലാക്കേണ്ട ഒരു അവസ്ഥയായി. പ്രീവിയസ് ഉള്ള സിനിമകളിലൂടെയൊക്കെ കണ്ട നേച്ചറിൽ നിന്നും ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ രോഷം കൊണ്ടായിരിക്കാം സമനില തന്നെ തെറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു സിനിമയ്ക്കുള്ളൊരു സാധ്യതയും കൂടെ ഈ ഒരു സിനിമയിൽ തുറന്നു വയ്ക്കുന്നുണ്ട്.